ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. അപ്പം നമ്മൾ രാവിലെ ഒന്ന് നൂൽപ്പിട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപ്പിട്ടും കറുത്ത കടലിൻ്റെ കറിയാണ്. അപ്പോൾ കുറേ ആയി ഉണ്ടായിരുന്നിട്ടാ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തോ കടലക്കറി ഉണ്ടാക്കാൻ ഒരു മടിയാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കുത്തി പോവാ, കുറേ കുത്തിയിട്ട് ഇപ്പം നാൾ കളഞ്ഞു കേട്ടാ. അപ്പോൾ എന്തായാലും വെള്ളം അടിച്ചിട്ട് ഞാൻ കുറച്ച് കടലൊക്കെ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് സവാളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് അരച്ചിട്ടുള്ള ആ നാളികേരം അരയ്ക്കാത്ത കുറച്ചല്ലേ വേണ്ടു. ആ കടലക്കറി ഉണ്ടാക്കണം. അപ്പം നൂൽപ്പിട്ടൊക്കെ ആദ്യത്തൊക്കെ ഒന്ന് പീച്ചിട്ട് അതൊക്കെ ഒന്ന് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് കൊടുത്തുകൊണ്ടിട്ടാ. പിന്നെ ഒരു ആവി വരികയല്ലേ വേണ്ടു, വേഗം വേവും. ഇങ്ങനെ കട്ടിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ നമ്മൾ പരത്തി ചുറ്റിച്ചെടുക്കണതല്ലേ. നല്ല സൂപ്പറായിട്ടുള്ള ഇടിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതെടുത്ത് അടുത്തത് ഒന്ന് തട്ടിലേക്ക് വെച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാനൊന്ന് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഈ കുരുമുളക് ഈ പ്ലാവുമ്മേനെ അറ്റം വരെ കുരുമുളക് ഉണ്ടായതാട്ടാ. അപ്പോൾ ഈ കുട്ടിച്ചക്ക എടുക്കാനൊക്കെ ഈ ആൾക്കാർ വരുമ്പോൾ അവർ ഈ കുരുമുളക് വള്ളിയൊക്കെ വലിച്ച് പിടിച്ചിട്ടൊക്കെ കയറി പോകും. പക്ഷെ ഞാൻ കൊടുത്തന്നില്ല. എന്നിട്ട് ഒക്കെ എന്തൊക്കെ ഉണങ്ങിപ്പോയിട്ടാ കുരുമുളക്. എന്തോരം കുരുമുളക് ഉണ്ടാവണം വെച്ചിട്ടാ ഈ പ്ലാവുമ്മേ. നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉള്ള കുരുമുളക് നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് കിട്ടൂട്ടാ. എന്നാലും വിറ്റിരുന്ന് കുരുമുളകൊക്കെ ഒക്കെ നശിച്ചു പോയി. എന്നിട്ട് ആ വള്ളിയൊക്കെ ഇങ്ങോട്ട് ഉണങ്ങിയിട്ട് താഴത്തേക്ക് വീണിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല വെച്ചിങ്ങനെ തട്ടിക്കടഞ്ഞിട്ടൊക്കെ വീഴും കേട്ടാ. അപ്പം അപ്പൂനൊക്കെ ഒന്ന് ഇറക്കണമെന്ന് കേട്ടാ. കുറേ ദിവസമൊന്നും അവനെ ഇറക്കിയിരുന്നില്ല. അപ്പം ഒന്ന് നമുക്ക് ഇന്നലത്തെ തളമീൻ്റെ കറി ഉണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു രസം, ഒരു അടിപൊളി രസം കേട്ടോ. ആ രസം മതിട്ട ചോറുണ്ടാനും. അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും ഒരു രസം വെച്ചില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ട വല്ലപ്പോഴും. അപ്പോൾ കുറച്ച് ഒരു അര സ്പൂണ് ജീരകം, 3/4 സ്പൂണ് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിട്ടാ. പച്ചമല്ലി ഉണ്ടെങ്കിൽ കുറച്ച് അര സ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് പച്ചമല്ലി ഇല്ല, മല്ലിയുടെ ഇലയുള്ളൂ. പിന്നെ അതൊക്കെ കൂടിയിട്ട് ഒന്ന് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തുണ്ട് കേട്ടോ. പിന്നെ ചിലർ ഈ തക്കാളി അരയ്ക്കും. അപ്പോൾ വേറൊരു സ്വാദാണ് കേട്ടോ ഈ രസം. പിന്നെ കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് പിന്നെ മല്ലി വേണമെന്നില്ല, മല്ലിയുടെ ഇല ഉണ്ടായാൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു കഷ്ണം ശർക്കര. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് എരിവും ആവുമ്പോൾ എനിക്ക് അത് പറ്റില്ല കേട്ടോ. പിന്നെ പച്ചമുളകൊന്നും ഞാൻ സാധാരണ മുറിച്ചിടാറില്ല. ചിലർ 1, 2, 3 എന്നൊക്കെ പച്ചമുളകൊക്കെ മുറിച്ചിടും. ഈ കുരുമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ടാവും, വെളുത്തുള്ളിൻ്റെ എരിവ്. അപ്പോൾ ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഒരു പ്രത്യേക സ്വാദാട്ടോ. കഷ്ണം ശർക്കര ചേർത്താൽ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു സ്വാദാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് സാമ്പാർ പൊടി, അപ്പോൾ രസപ്പൊടി ഇട്ട് കൊടുത്തുകൂടെ ചോദിക്കും. അതിലേക്കും സ്വാദ് ഒരു അര സ്പൂണോ 1/4 ടീസ്പൂണോ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലാട്ടാ. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോയാൽ സാമ്പാറൊക്കെ ഒന്നും തികഞ്ഞില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ രസം എടുത്തിട്ട് സാമ്പാറേക്ക് ഒഴിക്കുക ചെയ്യട്ടാ. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടാ. എന്ന് കരുതിയിട്ട് നമുക്ക് ആ സാമ്പാറിന് ടേസ്റ്റ് ഇല്ലാതെയാവില്ല കേട്ടാ, നല്ല രുചി തന്നെയാവും. അപ്പോൾ ഒരു എന്താണ് വാഴങ്കൂമ്പിട്ടാ, ഇവിടെ മാണിത്തട്ടാന്നൊക്കെ പറയും, കിട്ടിയതാണ് കേട്ടാ. പക്ഷെ പുറത്തുനിന്നൊന്നല്ല, ഇവിടെ ഉണ്ടായതാണ്. പക്ഷെ എത്താതെ കുറേ ദിവസമായിട്ടാ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഒന്ന് പൊട്ടിച്ച് താടാൻ പറഞ്ഞപ്പോൾ എന്നാൽ കത്തി എടുത്തിട്ട് വരികയായിരുന്നു. കത്തി എടുത്ത് തന്നിട്ട് ഒന്നടി ചാടിയിട്ടുണ്ട്, കൊത്തിയിട്ടിട്ടാ. അപ്പം നമ്മൾ എന്ന് വേപ്പട്ടിക്ക് നോക്കിക്കണ അത് കിട്ടിയെങ്കിൽ വെച്ചിട്ട്. അപ്പോൾ അത് ഞാനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതൊക്കെ മേലത്തെ ഇതൊക്കെ പൊളിച്ചിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടാ. അപ്പോൾ ചിലവർ ആ മേലുള്ള അത് ഒരു റബ്ബർ പോലെ കേട്ടാ, അങ്ങനെ എന്തായാലും വേവാത്തൊരു സാധനമാണ്. ആ ചുവന്നതൊക്കെ ഞാൻ പൊളിച്ച് കളയും കേട്ടാ. ചിലവർ ആ ചുവന്നോടക്കനെ അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കും. അത് എത്രത്തോളം നല്ലതാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതിലൊന്ന് കണ്ട് തിരുമ്പി വെച്ചാൽ ഭയങ്കര കറിയത്. മുന്നൊന്നും എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എനിക്കറിയില്ല കേട്ടാ ഇത് ഭയങ്കര കറയാണ് എന്നൊന്നും. അങ്ങനെ കറ കളയാതെ വേറെ ഏതോ കായായിരുന്നു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഭയങ്കര കളഞ്ഞു പോയിട്ടാ. അത്രയും നമുക്ക് പറ്റാതെയായി അത്. എന്നിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയിലാണ്ട് തിരുമ്മി വെച്ച് നല്ലാണ്ട് കഴുകിയെടുത്താൽ കറ ഏത്
അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതും ഇങ്ങനെ കറ കളഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കാന്നിട്ടാ. അപ്പോൾ പയറും ഇതൊന്നും ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒന്ന് വേറെ ഒരു തരത്തിലൊന്ന് വയ്ക്കാൻ വിചാരിച്ച്. അങ്ങനെ ഒക്കെ ഓഫാക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തത് രസത്തിൽ. അപ്പോൾ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തിളയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. കഷ്ണമില്ലാത്ത കാരണം ഒരുപാട് നമ്മൾ തിളച്ചാൽ കായത്തിൻ്റെയൊക്കെ സ്മെല്ല് പോകും. അപ്പോൾ ഓഫാക്കിയിട്ടാട്ടാ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി അതൊന്ന് വറവിടണം. അപ്പോൾ കുറച്ച് പപ്പടം, അപ്പോൾ മുളക് പപ്പടം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മുന്നേക്കെ എന്ന് പറഞ്ഞാൽ മുളക് പപ്പടം ഒരെണ്ണ മതി നമുക്ക് ചോറുണ്ണാം. എന്തൊരു രസമാവുക ഇങ്ങനെ കടിക്കുമ്പോൾ, ആ എരിവും ജീരകവും പിന്നെ കുരുമുളകൊക്കെ ആയിട്ടുള്ള ആ ഒരു രുചി. ഇത് എന്താ കുരുമുളകിൻ്റെ ആ പതിര് പോലത്തെ സാധനം തോന്നുന്നുണ്ട്. ഒരു എരിവും ഇല്ല. നമ്മളെ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മഞ്ഞ കുഴൽ കിട്ടൂലേ, 5-10 പൈസക്കൊക്കെ ഒരു കുഴൽ കിട്ടിയിരുന്നു. ആ കുഴൽ പോലെ ഇങ്ങോട്ട് എണ്ണയിൽ ഇപ്പോൾ പിരിന്ന് പറഞ്ഞിട്ട് അത് കാച്ചി വരുന്നത്. ഞാൻ അങ്ങനെ ആലോചിക്കുക, എന്തൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറി എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ പപ്പടങ്ങളാണ് ഈ ഇറങ്ങുന്നത്. മോന് ഇഷ്ടമായിട്ട് കൊടുന്നതാട്ടാ. പിന്നെ മുളക് പപ്പടം അല്ലേ അങ്ങോട്ട് തിന്നു. അപ്പോൾ നമ്മൾ സ്വപ്നം നാളെ ഒരു ദിവസം രമേശ് ചേട്ടൻ ഈ പാക്കറ്റ് കൊടുത്തിട്ട് ഓളെ വിചാരിച്ചത് പപ്പടവടയുടെ പാക്കറ്റാണ്. എന്നിട്ട് മകളോട് പറഞ്ഞ് പപ്പടവടാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് പപ്പടവട എന്നല്ല, കുരുമുളക് പപ്പടാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ആണോ എന്ന് ചോദിച്ചിട്ടാ. അതുപോലെ എന്തോ കുരുമുളക് പപ്പടാച്ചിട്ട് നമ്മളിങ്ങനെ തിന്നെ. അങ്ങനെ പപ്പടമൊക്കെ കാച്ചെടുത്തിട്ട് നമുക്ക് രസം ഒന്ന് വറവിടാണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ വാഴങ്കൂമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുതിരി ചെറുപയർ ഏതിട്ടിട്ടും വെച്ചാലും നല്ല രസമാണ്. അപ്പോൾ അതൊന്നും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിയലിന് എടുക്കണ പോലെ ഒരു ചേരുവ ഇട്ടിട്ട് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ കുത്തിയിട്ട് ചെറിയ ഉള്ളി 2 വെളുത്തുള്ളിയും ഒക്കെ കുത്തിയൊന്ന് വറവിട്ടതിൻ്റെ ശേഷം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ നാളികേരത്തിൽ 2 മണി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീരകവും പച്ചമുളകും ഇതൊക്കെ കൂടിയിട്ട് ഒന്നാണ്ട് ഒതുക്കുക. പിന്നെ ഞാൻ അതിനൊന്നും ഒന്നില്ല കേട്ടോ. എനിക്ക് ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോയാൽ മതി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇതിനിങ്ങനെ ചെയ്യുകയാണ്. എനിക്ക് എന്താ ഈ പ്രായത്തിൻ്റെ എന്താണെന്ന് അറിയില്ല, എനിക്ക് തീരെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടാ. കുറച്ച് BP ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പ്രഷർ കൂടുക കുറേ എന്താണെന്നൊന്നും അറിയില്ല. ആകെ അങ്ങനെ ശരീരം തളരുക. അപ്പോൾ എത്രയും അടുക്കളയിലത്തെ കഴിഞ്ഞിട്ട് എനിക്ക് പോകാനാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ നല്ലൊരു അടിപൊളി വാഴങ്കൂമ്പ് തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ രസം നോക്കി, ഈ ഒരു രസം ഒരു പപ്പടം ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ടല്ലേ. അപ്പോൾ ഇന്നലത്തെ തളമീനാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളെ കമൻറ്റിൽ കുറേ ചിലർ പറയുന്നുണ്ട് വാളമീൻ, ചിലർ പറയുന്നുണ്ട് പാമ്പാടാന്ന്. ഇവിടെയൊക്കെ തളയെന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് ഞാൻ മസാല തേച്ചിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇനിയിപ്പോൾ ഇത് ആത്ത് വെച്ചിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞ് ആക്കെ പൊട്ടി തെറിച്ചിട്ട് അത്ര പിന്നെ ഞാൻ വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്തപ്പോൾ പിന്നെ ആകുമ്പോൾ തന്നെ വെച്ചിട്ടാണ്ട് വറുത്തെടുത്തതാട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാനാക്കാണ്ട് വിട്ട് പോകും കേട്ടോ, വർത്താനം പറഞ്ഞിട്ട്. അപ്പോൾ ഈ അടിയിൽ നിൽക്കണ ചക്ക അങ്ങനെ ആർക്കും കൊടുത്തില്ല. എന്താ വെച്ചാൽ നമുക്ക് വേഗം പൊട്ടിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മണം വന്നിട്ട് ഞെങ്ങണും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഒന്ന് മുറിച്ച് നോക്കിയപ്പോൾ കുറച്ച് ദിവസം മുന്നേ പലരും ഇങ്ങനെ ചക്ക ചോദിച്ചപ്പോൾ മോൻ പാവം മേലെയൊക്കെ കയറി മറിഞ്ഞിട്ടൊക്കെ കുറേ ഇട്ടിട്ട് എല്ലാവർക്കും എലിശ്ശേരി വെക്കാനൊക്കെ കൊടുത്തുട്ടാ. പഴുപ്പിക്കാനും ഒക്കെ എല്ലാവരും പൂതി തീർത്ത് ഒട്ടുമിക്ക ആളുകളെ പൂതി ഞാൻ തീർത്തിട്ടാ. അപ്പം അതിലത്തെ ഒരു ചക്ക ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇതും കൂടിയിട്ട് മോൻ പറഞ്ഞു ഓന് വിരകിയത് ഭയങ്കര ഇഷ്ടമാണ്, വിരകണം പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഞാനും എല്ലാവരും കൂടിയൊക്കെ ചുളപ്പറിച്ച്. അപ്പം ഇത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാട്ടാ. അപ്പോൾ ഇപ്പം ഇട്ട് കൊണ്ടുപോയത് വാടിയതാണ്, വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒഴിവുള്ളപ്പോൾ ഒന്ന് വിരകണം. പിന്നെ രാത്രി കുബൂസും ഷവായൊക്കെ കൊടുക്കുന്നുണ്ടായിട്ട് അതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.